അന്ന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിഷ്ടമില്ല പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ തൂക്കിയെടുത്ത് അവിടെ ഇട്ടിരിക്കും. സഭാപ്രസംഗി 12-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ ഒരു 8 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 12 സ്റ്റാർട്ടിംഗ് ഫ്രം വേഴ്സ് 1 ഓൺവേർഡ്സ്. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ നല്ല കാലത്ത്, നിന്റെ ചെറുപ്പകാലത്ത്, നിനക്കാവുമ്പം, നിനക്ക് ആരോഗ്യമുള്ളപ്പം, നിനക്ക് ബുദ്ധി നന്നായിട്ടിരിക്കും, നിനക്ക് അവസരങ്ങളുള്ളപ്പം നീ നിന്റെ സൃഷ്ടാവിനെ ഓർത്തോണം. ദുർദിവസങ്ങൾ വരികയും. ദുർദിവസങ്ങൾ വരും. അതിൻ്റെ അർത്ഥം എന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല, എന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല. ദുർദിവസം വരും. ഈവിൽ ഡേയ്സ് വിൽ കം. എനിക്കിഷ്ടമില്ല. അന്ന് നീ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിലല്ല പിന്നെ കാര്യം പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും എനിക്കങ്ങ് ഒരു ICU കയറാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞ് കയറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ പോട്ടെ, ICU വിടാം, എനിക്കൊരു വെന്റിലേറ്ററിലൊന്ന് കയറിയിരുന്നെങ്കിൽ. ആരും അറിഞ്ഞോണ്ടും മനസ്സോടെയോ അല്ല ചെന്ന് കയറുന്നത്, മറ്റുള്ളവർ കൊണ്ട് കയറ്റുന്നതാണ് അല്ലേ? അന്ന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിഷ്ടമില്ല പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ തൂക്കിയെടുത്ത് അവിടെ ഇട്ടിരിക്കും അല്ലേ? അപ്പം ഇഷ്ടമില്ല എന്ന് പറയുന്നൊരു കാലം വരും. പക്ഷേ ഇപ്പോഴോ? ഇപ്പോൾ ഇഷ്ടമില്ല എന്ന് പറയുന്ന കാലമല്ല. ഇപ്പം നിനക്ക് നിൻ്റെ സൃഷ്ടാവിനെ ഓർക്കാനുള്ള കാലമാണ്. അടുത്തത്, സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. അവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. എന്താണ് എഴുതിയിരിക്കുന്നത്? 2-ാം വാക്യം, സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് വായിക്കുന്ന പോലെ ഇരിക്കുന്നല്ലേ? സൂര്യൻ, വെളിച്ചം, ചന്ദ്രൻ, നക്ഷത്രം. ഇവരെല്ലാമാണ് ഈ നമുക്ക് വെളിച്ചം തരുന്നതെങ്കിൽ അല്ലേ? വെളിച്ചം ഉൾപ്പെടെയാണ് അതിനകത്ത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി അത് ഈ ലൈറ്റ് എന്നവിടെ കാണുന്നത് നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സ്, വിത്ത് പവേഴ്സ് ഓഫ് റീസണിങ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയും. അടുത്തത് നമുക്ക് മെമ്മറി, നമ്മുടെ ബ്രെയിൻ, നമുക്ക് പലതും ഓർത്തു വയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും. നമുക്ക് ഒത്തിരി ഭാവന കാണാനും കാര്യങ്ങൾ സങ്കല്പിക്കാനും സ്വപ്നം കാണാനും എല്ലാം പറ്റും. അപ്പോൾ ഇതിനെല്ലാം ഈ ഫാക്കൽറ്റീസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? പ്രത്യേകിച്ച് ഈ ബുദ്ധി കൊണ്ട്, നമ്മുടെ ഈ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാനുള്ളൊരു കഴിവും കൃപയാണ് ദൈവം തന്നതിലൊരു ഏറ്റവും വലിയൊരു കൃപ. എത്ര പേർക്ക് അറിയാതെ അല്ലേ? ഇനി ദൈവം തന്നിരിക്കുന്ന അതിൻ്റെ കൂടുതൽ കൃപയാണ് ഓർത്തു വയ്ക്കാനുള്ള കൃപ അല്ലേ? മറക്കാതെ ഓർത്തു വയ്ക്കാൻ. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി, നിങ്ങളുടെ ഫോൺ അറിയാമല്ലോ, ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺ, ഇച്ചിരി കാര്യങ്ങൾ അതിനകത്തുനിന്ന് നിറയുമ്പോഴത്തേക്കും സ്റ്റോറേജ് ഇല്ല, സ്പേസ് ഇല്ല. അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് വരെ നമ്മുടെ ഈ തലച്ചോറിന് സ്പേസ് കൂട്ടേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പൈസ കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ സ്പേസ്? ഇത് ടോപ്പപ്പ് ചെയ്യണോ? വേണ്ട. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെയിരിക്കുന്ന ഡോക്ടേഴ്സിന് അറിയാം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ തലച്ചോറിൻ്റെ അല്പം ഒരു ഭാഗമേ ശരിക്കും പറഞ്ഞ ഒരു ആയുസ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി ഒത്തിരി സ്പെയർ വെച്ചിരിക്കുക. നമുക്ക് ആവശ്യം പോലും വരുന്നില്ല അത്രയും അല്ലേ? അപ്പം ഇവിടെ നമുക്ക് ദൈവം തന്ന വലിയൊരു കഴിവാണ്, ഒരു കൃപയാണ് ഓർമ്മ എന്ന് പറഞ്ഞ സാധനം അല്ലേ? ആ ഓർമ്മ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വയസ്സാകുമ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കത്തില്ല. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അത്യാവശ്യം നിങ്ങളുടെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അറിയാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എത്ര പേരുടെ മൊബൈൽ ഫോൺ നമ്പർ ഓർമ്മയുണ്ട്? പണ്ടൊരു കാലത്ത് ലാൻഡ് ലൈൻ ഉണ്ടപ്പോൾ അന്ന് 5 അക്കമായിരുന്നു, അല്ലെങ്കിൽ 6 അക്കമൊക്കെ ആയപ്പം അന്ന് ഈ ചർച്ചിലുണ്ടായിരുന്ന സകലയുടെയും ലാൻഡ് ലൈൻ എനിക്ക് കാണാപ്പാടമായിരുന്നു. എനിക്ക് ഒരു ഫോൺ, അന്ന് ഈ സ്മാർട്ട് ഫോണൊന്നുമില്ല, കുറക്കണം. പക്ഷേ മിക്കവാറും എല്ലാവരുടെയും ഇന്നും എനിക്കറിയാം, പലരുടെയും ലാൻഡ് ലൈൻ നമ്പർ അറിയാം. അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും മൊബൈൽ നമ്പർ ഒഴിച്ച് നിങ്ങളുടെ ആരുടെയും നമ്പർ എനിക്കറിയത്തില്ല. എൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ചിരിക്കണ്ട. നിങ്ങളൊരു 2 നമ്പർ കഴിഞ്ഞ് 3ാമത്തെ നമ്പർ കാണാതറിയാമെങ്കിൽ പറ, ഇത് കഴിഞ്ഞിട്ട് എന്നെ ഒന്നൊന്ന് കാണണം. അതിൻ്റെ അർത്ഥം നമ്മുടെ മെമ്മറി അത്രയ്ക്ക് ഈ പറഞ്ഞ പോലെ പോയി അല്ലേ? വയസ്സാകുമ്പം 3 കാര്യങ്ങളാണ് എന്നൊരാൾ പണ്ടിരിക്കെ പറഞ്ഞു.
അല്ലേ? ഫസ്റ്റ് ഈസ് ലൂസിങ് ദ മെമ്മറി. 3 കാര്യവും ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഈസ് ലൂസിങ് ദ മെമ്മറി. അടുത്തതോ? ഞാൻ മറന്നുപോയി. ശരിക്കും അതുപോലെ നമുക്കറിയത്തില്ല. അപ്പം നമ്മുടെ ഓർമ്മ, നമ്മുടെ ഇമാജിനേഷൻ, ഇതെല്ലാമാണ് ഈ പറഞ്ഞ പോലെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നൊരു സമയമുണ്ട്. നല്ല സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്ന ഒരു കാലമുണ്ട്. പക്ഷെ അത് കഴിയുമ്പം അത് ഫെയ്ഡ് ചെയ്ത് തുടങ്ങും എന്നുള്ള കാര്യം ഓർക്കണം. ഇനി ഫെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരും. നമുക്കറിയാം, ഉച്ച കഴിഞ്ഞ് പെട്ടെന്ന് ഇരുണ്ട് ഭയങ്കരമായിട്ടൊരു മഴ അങ്ങ് പെയ്തു. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെന്ത് ചെയ്തു? ഒരു വെയിൽ വന്നു, ഒരു തെളിച്ചം വന്നു. ഇതുപോലെ ഈ മനുഷ്യൻ്റെ ആയുസ്സിൽ, പ്രത്യേകിച്ച് പ്രായമാകുമ്പം, വയസ്സാകുമ്പം ഒരു സെക്കൻഡ് ചൈൽഡ്ഹുഡ് തിരിച്ചു വരും. ഒരു കുഞ്ഞ് ജനിക്കുമ്പം കൂടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കഴിക്കുക, ഊട്ടിക്കുക, അല്ലേ? കഴിപ്പിക്കുക, കുടിപ്പിക്കുക, ഇതാണ്. അടുത്തത് ഉറക്കം, സാധാ സമയം ഉറക്കം. അതുകൊണ്ട് ഇപ്പം പ്രായമുള്ള നിങ്ങൾ ചിലർ നോക്കിയാൽ അറിയാം. ഇത് എന്ത് ചെയ്യാനും മരുന്ന് കഴിക്കുന്നു, ഭയങ്കര ഡ്രൗസിയാണ്. ഈ ഡ്രൗസി എന്നൊക്കെ ചില വാക്ക് പഠിച്ചിരിക്കുന്നതുകൊണ്ട് കൊള്ളാം. കാര്യം ഉറങ്ങുന്നതിന് നല്ലൊരു കാരണമായി. എന്താണ്? ഞാൻ കഴിക്കുന്ന മരുന്ന് പാസ്റ്റർക്ക് അറിയത്തില്ല, അത് ഒത്തിരി ഉറക്കം വരുത്തുന്നതാണ്. ആയിക്കോട്ടെ, ഉറങ്ങിക്കോ. ശരി. 3ാമത്തത് എന്തൊക്കെയാണ്? ഒരു കുഞ്ഞിന് 1ാമത് പാൽ കുടിക്കുക, 2 ഉറങ്ങുക, പിന്നെ 3ാമതൊരു കാര്യം കൊണ്ടുണ്ട്, ടോയ്ലറ്റ്. വേറെ ഒന്നുമല്ല, വൃത്തിയാക്കുക. ഒരമ്മയ്ക്കറിയാം ഈ കുഞ്ഞിനെ എപ്പോഴും എന്തോ അങ്ങോട്ട് പാല് കൊടുക്കും, അതെല്ലാം കൂടെ കമട്ടും, പിന്നെ അതിനെ തുടയ്ക്കണം. അത് കഴിഞ്ഞ് കുറഞ്ഞ എന്തെങ്കിലും കൊടുക്കും, കുറേ കഴിയുമ്പോൾ നാണ്ടയോ അല്ല, പിന്നെ അത് ഡയപ്പർ മാറ്റണം. ഈ 3 കാര്യമേ ഉള്ളൂ: കഴിക്കുക, ഉറങ്ങുക, 3ാമത്തത്. പ്രായമാകുമ്പോഴും ഇത് തന്നെയാണ്. എന്താണ്? അപ്പച്ചനിപ്പോൾ എന്താ പഴയ പോലൊന്നും കഴിക്കത്തില്ല, പക്ഷെ എന്തേലും കൊടുക്കണം. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? സദാസമയം ഉറക്കുക, കിടക്കുക. പിന്നെ ഇപ്പം എന്തുവാ? ഹോം നേഴ്സ് വെച്ചിട്ടുണ്ട്, എല്ലാം ഡയപ്പർ മാറ്റും. ചുരുക്കി പറഞ്ഞാൽ ആ സെക്കൻഡ് ചൈൽഡ്ഹുഡ് തിരിച്ചു വന്നു. ഒരു കൊച്ചു കുഞ്ഞ് എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ തന്നെ ആ പ്രായമാകുമ്പോഴും ഇത് ചെയ്യേണ്ടി വരുന്നത്. അവിടെ നോക്കിയേ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നല്ലത്. എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരു ഹോം നേഴ്സ് ഒരു ഏജൻസിയിൽ നിന്ന് വന്നായിരിക്കും നിങ്ങളുടെ മലവും മൂത്രവും എടുക്കുന്നത്. ആരും പിണങ്ങിയിട്ടൊന്നും കാര്യമില്ല, സത്യമാണ്. ഞാൻ എൻ്റെ ടോയ്ലറ്റിൽ തന്നെ പോവും. നല്ലതായിരുന്നു, പക്ഷെ എഴുന്നേറ്റ് പോകാൻ പറ്റണ്ടേ? ഞാൻ നടന്നോളാം, പറ്റണ്ടേ? എനിക്ക് വീൽ ചെയറൊന്നും വേണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന കാലം വരും. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന എല്ലാവരും ഓർത്തോണം. ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് ഓർമ്മ വയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ, ഇന്ന് എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ എനിക്ക് ശബ്ദമുണ്ടെങ്കിൽ, ഇന്ന് എൻ്റെ മെമ്മറി ലോസ് ഇല്ലാതെ എനിക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, റിമെമ്പർ യുവർ ക്രിയേറ്റർ. നമ്മളെ സൃഷ്ടിച്ചവനെ ഓർത്തോണം. അതിനുവേണ്ടിയാണ് ദൈവം നമുക്കിപ്പോൾ ആയുസ് തന്നിരിക്കുന്ന എന്നുള്ള കാര്യം മറക്കരുത്. ശരി, അടുത്തത്. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. The day when the keepers of the house tremble. വീട്ടുകാവൽക്കാർ അതാരാന്നറിയോ? വീട്ടുകാവൽക്കാരാരാ? നല്ല സെക്യൂരിറ്റി ഏജൻസി ഏൽപ്പിച്ചിരിക്കുക. എൻ്റെ കൈ, എന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാമെന്ന് ആദ്യം എന്ത് ചെയ്യും? എൻ്റെ കൈ കൊണ്ട് ഞാനത് തടയും. പക്ഷേ ഒരു സമയം കഴിയുമ്പം നിങ്ങളെല്ലാവരും ഒന്ന് കൈ ഇങ്ങനെ ഒന്ന് നീട്ടിപ്പിടിച്ചേ. സമയം കുറവുള്ളതുകൊണ്ടാണ്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം കൈ താണ്ട് വിറയ്ക്കുന്നു. എൻ്റെ വിറയ്ക്കാൻ തുടങ്ങി. ഒരിക്കൽ ഞാനൊരു അടക്കം നടത്താൻ പോയി കൊല്ലത്തിനടുത്ത്. അടക്കമൊക്കെ നടത്തി, അന്ന് ഭയങ്കര ഒരു വലിയ ആളായിരുന്നു, ചാത്തന്നൂർ എങ്ങാണ്ടായിരുന്നു. അവസാനം കുഴിക്കരയെ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് 2 മണിയായി. കണച്ചിട്ട് നീണ്ടുപോയി. അന്ന് ഒത്തിരി പേരൊക്കെ വന്നു. അപ്പോൾ കുഴിക്കരയെ കൊണ്ടുവച്ച് ഞാനങ്ങോട്ട് കൈ ഉയർത്തി, മണ്ണിടാൻ അങ്ങോട്ട് പട്ടേച്ച കൈ ഉയർത്തി പ്രാർത്ഥിച്ച്, കുഴിയിലോട്ട് മണ്ണിന് മണ്ണായി പൂഴിക്ക് പൂഴിയായി ഏൽപ്പിച്ച്. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചപ്പോൾ കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഉടനെ അവിടെ അടുത്തിരുന്ന്, കണ്ടോ അയാളുടെ അഭിഷേകം കണ്ടോ? ഞാനപ്പോൾ അടുത്തിരുന്നാളത്ത് പറഞ്ഞ, അഭിഷേകമല്ല, എനിക്ക് വിശക്കുന്നു, എനിക്ക് ഡയബറ്റീസ് ഒന്നുമില്ല. എന്നിട്ടും പ്രായമാകുമ്പോൾ പലർക്കും അഭിഷേകമൊക്കെ വരും. കൈയൊന്ന് നീട്ടി പിടിച്ചാൽ മതി, ആ അഭിഷേകം നിങ്ങൾക്ക് കൈ കാണാം, അല്ലേ? കൈ വിറയ്ക്കും പ്രിയപ്പെട്ടവർ. അതിൻ്റെ അർത്ഥം എൻ്റെ കൈ കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈക്ക് വിറയലുണ്ടാവും.
ആരെങ്കിലും എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഞാൻ വാരി തിന്നുകൊണ്ടിരുന്നു, ഞാൻ പല്ല് കഴിച്ചു, ഞാൻ കുളിച്ചത്, ഞാനാണ് എല്ലാം ചെയ്തത്, പക്ഷേ എൻ്റെ കൈ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതോണം കൈ വിറയ്ക്കും. അത് പാർക്കിൻസോണും ഡെമൻഷ്യയൊന്നും അല്ല. അല്ലാതെ തന്നെ വീട്ടുകാവൽക്കാർ വിറയ്ക്കാൻ തുടങ്ങും. അടുത്തത്, ബലവാന്മാർ കുനിയും. ബലവാന്മാർ കുനിയും. ദ സ്ട്രോങ് മെൻ ആർ ബെൻഡ്. ദാറ്റ്സ് എ റെഫറൻസ് ടു ദ ലെഗ്സ്, നമ്മുടെ കാല്. നമ്മൾ പറയാറുള്ള അഹങ്കാര വാക്കുണ്ട്, എന്താണ്? ഞാൻ സ്വന്തം കാലില ഒക്കെ പറയാൻ കൊള്ളാം. ഈ സ്വന്തം കാലിൽ നിന്നവരിപ്പോൾ എന്തായി? മുട്ട് മാറ്റി വയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചില ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, മാറ്റി വയ്ക്കാതെ കുറച്ച് നാളും കൂടെ പോകും നോക്കാനുള്ള പരിപാടിയൊക്കെയാണ്. അതിനായിട്ടൊക്കെ സ്തോത്രം. പക്ഷേ ഈ മുട്ട് എന്ത് ചെയ്യും? ഈ മുട്ടല്ല, എൻ്റെ കാലുകൾ കുനിയും. കുനിയും. ശരിയല്ലേ? ഒരു സമയം കഴിയുമ്പം കുനിയും, പ്രിയപ്പെട്ടവരെ, കുനിയും അല്ലേ? പ്രായമായി എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. ഞാൻ ഒത്തിരി പോകുന്നില്ല. അടുത്തത്, അരയ്ക്കുന്നവരെ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. അരയ്ക്കുന്നവർ ചുരുക്കം. എന്താണ്? അതേതാ പാർട്ടി? എല്ലാം അറിയാമല്ലോ. ഇപ്പം എല്ലാം കൂടെ എത്ര ഉണ്ട് വായിക്കാത്തത് അല്ലേ? സത്യം പറഞ്ഞാൽ ഇന്നിപ്പം ഡെൻ്റൽ ക്ലിനിക്കുകാരുടെ നല്ല കാലം. നമ്മുടെ പുതിയ ഒന്ന് അടുത്ത ആഴ്ച നമ്മൾ തുറക്കുന്നുണ്ട്, അടുത്ത ആഴ്ച പറയാം അല്ലേ? ഈ ചർച്ചയിലുള്ള ഏറ്റവും കൂടുതലുള്ള ഡോക്ടേഴ്സ് ഡെൻറ്റിസ്റ്റാണ്. എല്ലാം കൂടെ ഒരു 1.5 ഡസൻ ഇപ്പം തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ ഞാൻ പറയുന്നത്? അപ്പം ഈ ഗ്രൈൻഡേഴ്സ് മറ്റെന്ത് കിട്ടിയാലും ചുമച്ചരച്ച് അങ്ങോട്ട് കഴിക്കും. പക്ഷേ ഇപ്പം എന്ത് പറ്റി? പണ്ട് ഓട്സ് പണ്ടാണെങ്കിൽ കുറുക്കി കുടിക്കും, ഇപ്പം അതെന്ത് ചെയ്യണം? മിക്സിയിലിട്ട് അടിച്ചിട്ട് അതാണ്. ആലോചിച്ച് നോക്കിയേ, ഗ്രൈൻഡേഴ്സ് ആർ അരച്ചിപ്പം കഴിക്കാൻ പറ്റുന്നില്ല. അടുത്തത്, കിളിവാതിലിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. അയ്യോ, കിളിവാതിൽ. ഏതാണ് ഈ കിളിവാതിൽ? 2 എണ്ണം ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു ആയുസ് കൊണ്ട് എന്തുമാത്രം വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം കണ്ടു, പ്രിയപ്പെട്ടവരെ. ആലോചിച്ച് നോക്കിയേ, ഈ കണ്ണുകൊണ്ട് നല്ല കാര്യം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്ന കൈപൊക്കിക്കേ. വേണ്ടുന്നതും വേണ്ടാത്തതും വേണ്ടാതീനവും എല്ലാം കണ്ടു. കണ്ട് അവസാനം ഒരു സുപ്രഭാതത്തിൽ എന്തു പറ്റി? ചെറിയൊരു വെള്ള എഴുത്ത്. അപ്പോൾ എന്താണ്? കണ്ണട. ഈ ബൈബിൾ എഴുതിയ കാലത്ത് കണ്ണടയില്ല, കാറ്ററാക്ട് സർജറി ഇല്ല, വിഗില്ല, ഈ പറഞ്ഞ പോലെ മുട്ട് മാറ്റി വയ്ക്കുന്ന മറ്റേ സാധനങ്ങളില്ല, ഒത്തിരി സാധനങ്ങളില്ലാത്ത കാലമാണ്. അതും കൂടെ ഓർത്തോണം. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇത് നമ്മൾ മനസ്സിലാക്കാൻ. ശരി, ഈ പറഞ്ഞ കണ്ണ് മങ്ങിപ്പോവും. പണ്ടത്തെ കാലത്ത് കാറ്ററാക്ട് സർജറി ഇല്ലാത്ത കാലത്ത് ആലോചിച്ച് നോക്കിയേ, കണ്ണ് മങ്ങിയാൽ പോയി, വേറെ നിവൃത്തിയില്ല. കണ്ണട കണ്ടുപിടിക്കുന്ന വരുമ്പോൾ ആലോചിച്ച് നോക്കിയേ, നിവൃത്തിയില്ല അല്ലേ? അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ശരി, അടുത്തത്, തെരുവിലെ കതകുകൾ അടയും. ഓക്കെ, തെരുവിലെ കഥകൾ എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയുന്നത്, വെൻ ദ ടീത്ത് ഫോൾ, ഈ സംഗതി എന്തു ചെയ്യും? പല്ലുകൾ ആദ്യം ഈ പറഞ്ഞ പോലെ ഡീക്കേ ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇത് വീണ് കഴിയുമ്പോൾ പിന്നെ എന്ത് പറ്റും? ഡെഞ്ചേഴ്സ് ഒന്നില്ല, ഓർക്കണം. വായങ്ങ് അടച്ചു വയ്ക്കും. പിന്നെന്താണ്? പിന്നെ കൂടുതൽ വർത്താനമൊന്നുമില്ല, പിന്നെ ഇതിൽ അങ്ങ് അടച്ചങ്ങ് വയ്ക്കും, ശരിക്കും പറഞ്ഞാൽ. അടുത്തത്, വീണ്ടും അരയ്ക്കുന്ന ശബ്ദം മന്ദമാണ്. നേരത്തെ പറഞ്ഞ അരയ്ക്കുന്നത് ഇതെന്താണ്? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. നമ്മൾ ഇതിലെ കൂടെ അങ്ങോട്ട് ചവച്ചരച്ച് ഇങ്ങോട്ട് ഇറക്കി കൊടുത്താൽ മതി. പിന്നെ ഒരു മെഷീൻ, ഒരു കൺവെയർ ബെൽറ്റിൽ കൂടെ പോകുന്ന പോലെ അങ്ങ് പോവും അല്ലേ? പോയി പല അവയവങ്ങളിലൂടെ കയറി ഇറങ്ങി അതങ്ങ് പോവും അല്ലേ? പക്ഷേ അവസാനം എന്തു പറ്റി? ഇപ്പം ഒന്നും കഴിക്കാൻ വയ്യ. പണ്ടാണെങ്കിലോ, പണ്ട് വല്ല പാളയത്ത് പോയി വല്ല ഇറച്ചിയും മീനും വാങ്ങിക്കരുത്, അതല്ലല്ലോ, മറ്റേ വെടിവെച്ച സാധനം, മറ്റേ ഫോറസ്റ്റിൽ നമുക്കൊരു ഫ്രണ്ടുണ്ട്, എക്സൈസിൽ, അവിടെ നിന്ന് കിട്ടും അല്ലേ? എന്ത് പണ്ട് പറഞ്ഞൊരു അഹങ്കാരമുണ്ട്, ഇങ്ങോട്ട് കടിക്കാത്ത എന്തിനേ ഞാൻ തിന്നും, ഇങ്ങനെ പറഞ്ഞ പാർട്ടികളൊക്കെ ഉണ്ട്. ശരിയല്ലേ? ഇപ്പോഴോ ഈ സിസ്റ്റം മുഴുവൻ ഇപ്പം എന്തായി പോയി. ഇനിയിപ്പം പഴയ ആംബിയർ ഇല്ല. അത് കാരണം ഒന്നും ഇപ്പം ദഹിക്കത്തില്ല അല്ലേ? ഇനി കഴിച്ചാൽ തന്നെയും നല്ല ശോധനയില്ല. അതിൻ്റെ അർത്ഥം ഏറ്റവും ലൈറ്റായിട്ട് അല്പം എന്തെങ്കിലും ഒന്ന് കഴിക്കും അല്ലേ? ശരി, അടുത്തത്, പക്ഷികളുടെ ശബ്ദത്തെങ്കിൽ ഉണർന്നു പോകും. അത് വേറെ ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഉറക്കം വരാതെ കിടക്കും, നേരം വെളുത്ത് പക്ഷി ചലയ്ക്കുന്നൊന്നും കേൾക്കണ്ട, പക്ഷെ അതിനു മുമ്പേ ഉണർന്ന് കിടക്കുക. പണ്ടൊക്കെയാണെങ്കിൽ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ വെളുപ്പിന് ഈ ഉണർന്നതുകൊണ്ടല്ല, അവർ മനഃപൂർവ്വം ഉണർന്ന് അവർ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. ശരിയല്ലേ? ഇന്ന് എത്ര അപ്പച്ചനമ്മച്ചിമാർ നിങ്ങൾ ഉറങ്ങാതെ കിടക്കുമ്പം അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടോ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന വല്ല അപ്പച്ചന്മാരിന്ന് വീട്ടിലുണ്ടോ? അല്ല ചോദിക്കേ,
പണ്ടൊക്കെ ആണെങ്കിൽ ഉറക്കം വരാത്തതുകൊണ്ടല്ല എഴുന്നേറ്റിരുന്ന് പാടുന്നത്. അവർ വെളുപ്പിന് കാത്തിരിക്കുക, സൂര്യന് ഉദിക്കുന്നതിന് മുമ്പേ പക്ഷികൾ. അതാ അന്ന് മനമേ പക്ഷി. ഇന്ന് പക്ഷി എഴുന്നേറ്റ്, പട്ടി എഴുന്നേറ്റ്, എല്ലാം എഴുന്നേറ്റ് കഴിഞ്ഞാലും ഇവിടെ കിടന്ന് പോത്ത് പോലെ കിടന്ന് ഉറങ്ങുക. ഞാൻ ചിലപ്പം ചിന്തിക്കും, പഴയ പല പാട്ടും ഇന്ന് പാടാൻ വി ആർ നോട്ട് ക്വാളിഫൈഡ് ടു സിങ് മെനി ഓഫ് ദ ഓൾഡ് സോങ്സ്. അവരത് അനുഭവത്തിൽ നിന്ന് എഴുതിയ, ഞാൻ നിങ്ങൾ ഇന്നത് അനുഭവം ഇല്ല, പിന്നെ എങ്ങനെ പാടും അത്, അല്ലേ? അവിടെ സമയത്തിന് മുമ്പേ പക്ഷികൾ അവിടെ ഉണ്ട്. അടുത്തത് പാട്ടുകരുത്തുകളൊക്കെയും തളരുകയും. അത് വേറൊന്നുമല്ല, നമ്മുടെ ഡെഫ്നെസ് ആണ് കാണിക്കുന്നത്. ചെവി ഇപ്പം പഴയ എന്തുവാ ഒന്നുകൂടെ പറഞ്ഞേ. പക്ഷേ മരുമോള് വല്ലതും വഴക്ക് പറഞ്ഞാൽ അപ്പോഴേ കേൾക്കും. ഈ ഇടയ്ക്ക് ആരോ പറയായിരുന്നു, ഈ തള്ളയ്ക്കൊന്നും കേൾക്കത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അപ്പുറത്തിരുന്നുകൊണ്ട് കുശിട്ടാലും കൃത്യമായിട്ട് തള്ള അതെന്തോ എന്നെ പറഞ്ഞേ കണ്ടോ. അപ്പോൾ ഈ ചെവി കേൾക്കാത്തത് അതത്ര ശരിയാണോ എന്ന് വളരെ സംശയമുണ്ട്. വയസ്സം കാലത്ത് ഈ ഒരു ഡെഫ്നെസ് ഉണ്ടാവും. ശരി, അടുത്തത് അന്ന് അവർ കയറ്റത്തെ പേടി. they are afraid also of what is high and terrors are in the way. കയറ്റത്തെ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ പണ്ട് ഞാൻ എത്ര നേരത്തെ പറഞ്ഞല്ലോ, സൈക്കിൾ ചവിട്ടി ഞാൻ പോയി, എത്ര ഗ്രാമങ്ങളിൽ പോയി. എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ ചവിട്ടി പോവും, ഞാൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോവും, ഞാൻ കാർ എടുത്തുകൊണ്ട് പോവും, ഞാൻ ഓടും, ഞാനീ പറഞ്ഞ ഏറ്റവും പടി വേണേലും നില വേണേലും ഞാൻ കയറി ചെല്ലും, അല്ലേ? ഞാൻ ഈ പറഞ്ഞ പോലെ പൊന്മുടിക്ക് വേണമെങ്കിൽ ഞാൻ സൈക്കിൾ ചവിട്ടി പോവും എന്നൊക്കെ പറഞ്ഞവരെ എനിക്കറിയാം. പക്ഷേ ഇന്നോ ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കാം. നിങ്ങൾ വീട് വെച്ചപ്പം വലിയ വീട് വെച്ച് 2 നില വെച്ചു, അല്ലേ? മേളിൽ 2 ബെഡ്റൂം, അതിനകത്ത് ഗസ്റ്റ് റൂമുണ്ട്, അതുണ്ട് ഇതുണ്ട്. മേളത്തെ നിലയിലോട്ട് ഒരു 6 മാസത്തിനകത്തോട്ട് മുകളിലോട്ട് കയറിപ്പോയിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഒരു 60 വയസ്സിന് മുകളിലുള്ളവർ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. നമ്മൾ വയ്ക്കുമ്പോൾ വലിയ വീടൊക്കെ വയ്ക്കും, പക്ഷെ ഒരു കാലം കഴിഞ്ഞാൽ പടി കയറി മുകളിലോട്ട് കയറാൻ വയ്യാതെ ഒരുത്തി വരും. അവൾ മുകളിൽ പോയി അടിച്ച് തൂക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പോയി നോക്കാൻ എനിക്ക് വയ്യ, അല്ലേ? മുകളിലേക്ക് സത്യം പറഞ്ഞാൽ കയറിയിട്ട് എത്രയോ നാളായി എന്ന് പറയുന്ന എത്രയോ പേരെ എനിക്കറിയാം. പക്ഷേ വീട് വെച്ചപ്പോഴോ ആ വീട് പണിയുമ്പോഴോ എത്ര വട്ടം കയറി ഇറങ്ങിയതാ. പക്ഷേ ഇപ്പോൾ ഒരു വട്ടം പോലും ആ ഒരു നില പടി കയറി മുകളിലോട്ട് പോകാൻ കഴിയാതെ വണ്ണം കയറ്റത്തെ പേടിക്കുന്നു, പടി കയറി പോകാൻ പേടിക്കുന്നു. എല്ലാ വീട്ടിലും ലിഫ്റ്റ് വയ്ക്കാൻ പറ്റൂ. ശരി, അടുത്തത് വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. ഇതാണ് വേറൊരു പ്രശ്നം. ഇത് എല്ലാം ഒരു തരം ഭയമാണ്. ഓക്കെ, അടുത്തത് ഞാൻ ഇച്ചിരി ഓടിച്ചു പോവാം. അടുത്തത് ബദാം വൃക്ഷം പൂക്കും. നിൽക്കും ബദാം വൃക്ഷം. ഇത് ഞാൻ പറയട്ടെ, മറ്റേ ഹെയർ ഡൈ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള വാക്യമാണ്. ഇന്നിപ്പം നോക്കിയേ, ഇവിടെ ആ കൂടി ഇപ്പം എത്ര ബദാം ഉണ്ട് ഇവിടെ? ഒന്നുമില്ല. ഇപ്പോൾ പാസ്റ്റർ മാത്രമേ ഉള്ളൂ ബദാം. ആണ് 3 പേര്. ഞങ്ങൾ ആ കൂടി ഉണ്ട് ബദാം വൃക്ഷം പൂത്ത ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. ബാക്കി നിങ്ങളൊക്കെ ദൈവമേ, ആ സൂത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പായിരുന്നു ഇത്. ഈ കൂടി നിങ്ങളൊക്കെ എന്നെ പൂത്തു പോലെ ആലോചിച്ച് നോക്കിയേ. ബദാം വൃക്ഷം പൂക്കും, അതിൻ്റെ അർത്ഥം ഈ തല ഒക്കെ അങ്ങ് നരയ്ക്കും, അല്ലേ? അങ്ങ് മൊത്തം വെളുക്കും, അല്ലേ? ചിലരുടെ മുടി കുറേ അങ്ങ് പോവുകയും ചെയ്യുമായിരിക്കും. അടുത്തത് തുള്ളൻ ഇഴഞ്ഞു നടക്കും. തുള്ളൻ ഇഴഞ്ഞു നടക്കും. അതെന്താണ്? രാത്രി ഈ അപ്പച്ചനമ്മച്ചിമാർക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? മക്കളെ ഇങ്ങോട്ട് വന്നേ, ഒന്ന് ചൊറിഞ്ഞേ. പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ, എനിക്കൊരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു, മക്കളെ ഒന്ന് ചൊറിയടാ, ഒന്ന് ചൊറി. ഇന്നത്തെ കൊച്ചുമക്കളെ വിളിക്കണം ചൊറിയാൻ. അവർ നിരന്തരം ഇങ്ങനെ ഫോണിൽ ചൊറിഞ്ഞുകൊണ്ട് കിടക്കുകയില്ല. അപ്പോഴാണ് ഇനി അമ്മച്ചിയുടെ പുറം ചൊറിയുന്നത്, അല്ലേ? അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പം ഒരമ്മച്ചി പണ്ട് പറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചൊറിയാൻ ആരുമില്ല. അപ്പം മോനിപ്പം നീളമുള്ളൊരു പെൻസിൽ അറ്റത്തൊരു കൈയുണ്ട്, അത് മേടിച്ച് തന്നിട്ടുണ്ട്, അത് വെച്ച് ചൊറിഞ്ഞോളാൻ, അല്ലേ? ഇങ്ങനെ പലതും ഇഴഞ്ഞ് നടക്കും. പെൻസിൽ വെച്ച് ചൊറിഞ്ഞു, അല്ലാതെ വേറെ വഴിയില്ല. ചൊറിഞ്ഞു തരാനൊന്നും ആരും ഇല്ല. അടുത്തത് രോചനക്കുരു ഫലിക്കാതെ വരും. അതൊരു വേറൊന്നുമല്ല. ആൻഡ് ഫൈനലി ഡിസയർ ഫെയിൽസ്. ഇപ്പം ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നുമില്ല. എന്താണ്? പണ്ട് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എസ്പെഷ്യലി അത് ഉദ്ദേശിക്കുന്നത് രോചനക്കുരു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു വയാഗ്ര ആണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇപ്പം ഇല്ല. അടുത്തത് മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൻ്റെ മുന്നോടിയാണ് ഇത് ഓരോന്നും, പ്രിയപ്പെട്ടവരെ.
നമുക്ക് ചെറുപ്പത്തിലുള്ള ആരോഗ്യമൊന്നും ഇല്ല, അതുകൊണ്ടാവണം നമ്മൾ ശഠിക്കേണ്ട. പക്ഷേ വാർദ്ധക്യത്തിലും കൈവിടാത്തൊരു ദൈവം നമുക്കുണ്ട്. അവൻ നരയ്ക്കോളം നമ്മളെ ചുമക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇത് ഓരോ സ്റ്റേജ് മാറുമ്പോൾ ഓർത്തോണം, ഇതെല്ലാം ഒന്നിനു വേണ്ടിയുള്ള ഒരുക്കമാണ്. എന്തിനു വേണ്ടിയുള്ള ഒരുക്കം? ശാശ്വത ഭവനത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ശരീരം കാണിച്ചു തരുന്ന ഈ ലക്ഷണങ്ങൾ. അവിടെ നിങ്ങൾ ആരെങ്കിലും ഈ ക്ഷീണം വരുമ്പോൾ, ഈ പറഞ്ഞ ബലഹീനതകൾ വരുമ്പം അതിൽ നിങ്ങൾ നിരാശപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ പിറുപിറുക്കോ ഒന്നും ചെയ്യേണ്ട. ഇതെല്ലാം എൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. ദൈവം എന്നെ ഒന്ന് ഓർപ്പിക്കുന്നു, മോളെ സമയമായി എന്നുള്ളത്. അടുത്തത് വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. അടുത്തത് അന്ന് വെള്ളിച്ചരട് അറ്റുപോകും. ദ സിൽവർ കോഡ് ഈസ് സ്നാപ്ഡ് എന്നാണ്. വെള്ളിച്ചരട് അറ്റുപോകും. ഏതാണ് ഈ വെള്ളിച്ചരട്? നിങ്ങൾക്ക് ആ കൂടെ അറിയാം, എൻ്റെ ചുരിദാറിൻ്റെ ചരട് മാത്രം അറിയാം. വേറെ ഏതാ ചരട്? എൻ്റെ സ്പൈനൽ കോഡ്, എൻ്റെ ബ്രെയിനെയും എൻ്റെ ശരീരത്തെ മൊത്തം കണക്ട് ചെയ്ത് പോകുന്ന ആ നട്ടല് അല്ലേ, സ്പൈൻ. അതൊരു ശരിക്കും പറഞ്ഞാൽ വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു കോഡാണ്. അതെന്ത് ചെയ്യും? ഒരു ദിവസം MRI സ്കാൻ എടുത്ത് നോക്കിയാൽ മതി, ഇപ്പം തന്നെ അറിയാം. ഒരു ബൾജ് കണ്ടു. ബൾജൊക്കെ മതി, ഇതൊക്കെ തന്നെയാണ്. അത് എന്താണ് എത്ര എന്തോന്ന് 4 T4 അല്ലേ? ഓക്കെ, അതിൽ ഓരോന്നും നമ്മൾ കാണും. ശരി, അതാണ് വെള്ളിച്ചരട്. അതെന്ത് ചെയ്യും? അറ്റ് ഇഫ് ഇറ്റ് ഈസ് ഡാമേജ്ഡ് ഓർ ബ്രോക്കൺ ഓർ ഡിസീസ്ഡ്, ഓർത്തോണം, ലൈഫ് ക്യാൻ സഡൻലി എൻഡ്. അതത്ര വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എൻ്റെ ഈ സ്പൈനൽ കോഡ്. അടുത്തത് പൊൻകിണ്ണം തകരും. പൊൻകിണ്ണം, അതേതാ? ഗോൾഡൻ ബൗൾ. നമ്മളതിനെ ചിലപ്പോൾ കൊട്ടത്തേങ്ങ എന്നൊക്കെ പറയും. തലയ്ക്കകത്തിരിക്കുന്നൊരു സാധനമാണ് ബ്രെയിൻ അല്ലേ, എൻ്റെ സ്കളിനകത്തിരിക്കുന്നൊരു സാധനമാണ്. അതൊരു ദിവസം എന്തു പറ്റും? തകരും. അത് തകരുമ്പോഴാണ് ഡോക്ടേഴ്സ് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? ബ്രെയിൻ ഡെത്ത്. മസ്തിഷ്ക മരണം സംഭവിച്ചു. ഈ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമ്പം വലിയ ആശുപത്രി, വലിയ സെൻറ്റേഴ്സിലൊക്കെ അവരോട് പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് ബന്ധുക്കളെ വിളിക്കും, അങ്ങനെ പുള്ളിക്ക് ബ്രെയിൻ ഡെത്തായി. ഈ സമയത്ത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാം, അത് ഒത്തിരി പേർക്ക് നന്മയാവും. എന്താണ്? 2 കണ്ണ് 2 പേർക്ക് കൊടുക്കാം, 2 കിഡ്നി 2 പേർക്ക് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ ലിവറും എടുക്കാം, പിന്നെ വേണമെങ്കിൽ എന്താ എടുക്കാം? ഹാർട്ട്. അതെടുക്കാം. അത് പെട്ടെന്ന് ഹെലികോപ്റ്റർ കയറ്റി നമുക്ക് കൊച്ചി കൊണ്ടുപോകാം. ചുരുക്കി പറഞ്ഞ് ഇത്രയും സാധനങ്ങൾ വലിച്ചൂരി എടുക്കാം. അത് സമ്മതം ഉണ്ടെങ്കിൽ ഒന്ന് ഒപ്പിട്ട് തന്നാൽ ആർക്കെങ്കിലും ഗുണമാവട്ടെ. അപ്പം ചിലർ പറയും കൊടുക്കാം എന്ന് പറയും, ചിലർ പറയും വേണ്ട. പക്ഷെ എന്തായാലും കൊള്ളാം. ഈ ബ്രെയിൻ ഡെത്ത് കഴിഞ്ഞാൽ പിന്നെ സ്കോപ്പില്ല. ആ സമയത്ത് മാക്സിമം ഈ ഓർഗൻസ് വേണമെങ്കിൽ എടുത്ത് വല്ലവർക്കും ഡൊണേറ്റ് ചെയ്യാം. ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരത്തെ എഴുതി വെച്ചേക്കണം, എളുപ്പമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് അപ്പം ആ ബ്രെയിൻ ഡെത്തായി. അടുത്തത് ഉറവെങ്കിലെ കുടം ഉടയും. ഉറവെങ്കിലൊരു കുടമുണ്ട്. എന്താണ്? ഇവിടെ ഒരു സാധനമുണ്ട്, ദ വീൽ ബ്രോക്കൺ അറ്റ് ദ സിസ്റ്റേൺ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഉറവയുണ്ട്, ഒരു സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. ഇവിടെ സംഗതി ഇരുന്ന് ഇങ്ങനെ പമ്പ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഈ സാധനത്തെ? എക്കോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കുമ്പോൾ അറിയാം, അല്ലെങ്കിൽ അല്ലേ, ഇതിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും. അത് ഒരു ദിവസം അങ്ങ് ഉടയും. അതിൻ്റെ ആർട്ടറീസും വെയിൻസും ഒക്കെ ഡീജനറേറ്റഡ് ആകുമ്പം പതുക്കെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? ഒരു ബ്ലഡ് ക്ലോട്ട് മതി കയറി. അതാണ് നമ്മൾ പറയുന്നത് ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതങ്ങ് ഒരു ദിവസം അങ്ങ് ഉടയും. അടുത്തത് കിണറ്റിങ്കിലെ ചക്രം തകരും. അവിടെയാണ് കാണുന്നത്. എന്താണ്? ഒരു ദിവസം ECG എടുക്കുമ്പം ഫ്ലാറ്റ്. അപ്പോഴാണ് ഡോക്ടേഴ്സ് ഒരു സർട്ടിഫിക്കറ്റ് എഴുതാണ്, മോർച്ചറി വെക്കണമെങ്കിൽ ഇത് വേണേ. എന്താണ്? മയോകാർഡിയാക് ഇൻഫാക്ഷൻ എന്ന് എഴുതി ഒപ്പിട്ടങ്ങ് കൈ തരും. ഇവിടിരിക്കുന്ന ഡോക്ടേഴ്സിനറിയാം, ഈ വീടുകളിൽ മരണം ഉണ്ടാകുമ്പം പാസ്റ്റർമാരാണല്ലോ ഓടിച്ചെല്ലുന്നത്. അപ്പോൾ അടുത്തൊരു പ്രശ്നമുണ്ട്, മോർച്ചറി വയ്ക്കാൻ സർട്ടിഫിക്കറ്റ് വേണം. അപ്പം ഒരുമാതിരിപ്പെട്ട നമ്മുടെ പഴയ ഡോക്ടേഴ്സിനും എനിക്ക് കാണാപ്പാടമാണ് എൻ്റെ വരികൾ. ഇങ്ങനെ എഴുതിയാൽ മതി, എഴുതി കറക്റ്റ് പേരും വയസ്സും മാത്രം വെച്ച് അങ്ങ് ഒപ്പിട്ട് രജിസ്ട്രേഷൻ നമ്പറും വെച്ച് അങ്ങ് കൊടുത്താൽ തീർന്നു. അപ്പോൾ അവിടെ എല്ലാം എഴുതുന്നത് അവസാനം എന്താണ്? ഹൃദയം സ്തംഭിച്ചു അല്ലെങ്കിൽ ഹൃദയാഘാതം വന്നു. ഇതാണ് കാര്യം. ഫൈനലി ഞാൻ മരിച്ചു എന്ന് ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബ്രെയിൻ ഡെത്തായ പോരാ, ഇത് സ്തംഭിക്കണം. ഇത് നിന്ന് കഴിയുമ്പം ഉറപ്പിക്കാം ആൾ പോയി. നിങ്ങൾ എന്തെങ്കിലും ഞാൻ എന്താണ് മെഡിക്കൽ ക്ലാസ് എടുക്കുകയാണോ? അല്ല, ഞാൻ ബൈബിൾ തന്നെയാണ് വായിക്കുന്നത്. പക്ഷേ ഇത്രയും എൻ്റെ ശരീരത്തിൽ ഓരോരോ അവയവങ്ങളായിട്ട് അങ്ങ് ഷട്ട് ഡൗൺ ആകുമ്പം അടുത്തതാണ് വിഷയം. പൊടി പണ്ട് ആയിരുന്നത് പോലെ.
ഇത്രയും നേരം നമ്മൾ ആരായിരുന്നു? മിസ്റ്റർ ആൻഡ് മിസ്സിസ് സോ ആൻഡ് സോ ആയിരുന്നു. പക്ഷേ ഉള്ള പോണ മൂച്ച് വെളിയെ വരാട്ട പോച്ച്. പക്ഷേ മൂച്ച് പോയി കഴിഞ്ഞപ്പം അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ? പൊടി. ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കണം. പൊടിയമ്മയെന്നൊക്കെ പേരിടും. പക്ഷേ ആരെങ്കിലും ഒന്ന് പൊടി എന്നൊന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ സമ്മതിക്കുമോ? അല്ലേ? പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണം. ഇത് വേറെ ആരുമല്ല വിളിക്കുന്നത്, ബൈബിൾ പറയുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയാം. ജീവിച്ചിരിക്കുമ്പം നമ്മൾ വലിയ ആൾക്കാരാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോയാൽ പിന്നെ ബൈബിൾ വിളിക്കുന്ന പേരാ പൊടി. നിങ്ങൾ മരിച്ച്, നിങ്ങളല്ല, സോറി, ഞാൻ മരിച്ച്, നിങ്ങളിനി മരിക്കുന്ന കാര്യം പറയാൻ അല്ല. ഇപ്പം ഞാൻ മരിച്ച്, ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു, പാസ്റ്റർ ഉണ്ടായിരുന്നു, പാസ്റ്റർ പോയോ? പാസ്റ്റർ പോയി. പാസ്റ്ററിന് എന്ന് വരും? ഇനി അടുത്ത ഞായറാഴ്ച വരും. ശരി, പാസ്റ്റർ മരിച്ച് മോർച്ചറി വെച്ചു, നാളെ അടക്കം. നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുന്നത്? ബോഡി. നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമോ പാസ്റ്റർ എപ്പം കൊണ്ടുവരും? ചോദിക്കത്തില്ല. നിങ്ങൾ എന്താ ചോദിക്കത്തുള്ളൂ? ബോഡി എപ്പം കൊണ്ടുവരും. ബോഡി പിന്നെ കുറച്ചുകൂടെ ഡീസൻ്റാണ്. ബൈബിൾ പറയുന്നത് പൊടി അല്ലേ, ഡസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ എന്താ? പൊടി എപ്പം കൊണ്ടുവരും. കാരണം ഈ പൊടി എങ്ങോട്ടാണ് പോകുന്നത്? പൊടിയിലേക്ക് അല്ല, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. അപ്പം ഈ പൊടി എങ്ങനെയായിരുന്നു പണ്ട്? പൊടിയായിരുന്നു അല്ലേ? ഈ മണ്ണ് കുഴച്ച് നമ്മളെ ഒരു രൂപം തന്ന് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചു. പക്ഷെ ഓർക്കണം, ഒരായുസ് ഈ ഭൂമിയിൽ നമുക്കൊരു ഷേപ്പൊക്കെ ഉണ്ടായിരുന്നു, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു അല്ലേ, നമുക്കൊരു എൻറ്റിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഈ ശ്വാസം പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. പിന്നെന്താണ്? പൊടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ. ഈ ഒരു ബോധ്യം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്നവരല്ല, ഓൺലൈനിൽ കേൾക്കുന്നവരും ഈ ബോധ്യം ഉണ്ടാവണം. എൻ്റെ ശ്വാസം ഉള്ളപ്പം മാത്രമേ ഉള്ളൂ, ഞാൻ ജീവനോടിരിക്കുമ്പം മാത്രമേ ഉള്ളൂ എനിക്കൊരു ഐഡൻറ്റിറ്റി ഉള്ളത്. അത് കഴിഞ്ഞാൽ ബൈബിൾ പോലും എന്നെ വിളിക്കുന്ന പൊടി എന്നാണ്. പക്ഷേ പൊടി എങ്ങോട്ട് ചേരും? ഭൂമിയിലേക്ക് തിരികെ ചേരും. അതിൻ്റെ അർത്ഥം അത് അവിടെ നിന്നാണ് വന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ എവിടെ നിന്നാണ് വന്നേ? ഈ നിങ്ങൾ പലരും ചിലർ അഹങ്കാരം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് വന്നതാ. എന്തോന്ന് മണ്ണാങ്കട്ട, പൊടിയിൽ നിന്ന് വന്നേന്ന് പറ. ഈ വാക്യപ്രകാരം നമ്മൾ എവിടെ നിന്നാണ് വന്നേ? പൊടിയിൽ നിന്ന് വന്നു. ഈ മലയാളിയൊക്കെ ഉള്ളു ഈ അഹങ്കാരമല്ല. അല്ല, ഞങ്ങൾ അവിടെ നിന്ന് വന്നേ, ഇവിടെ നിന്ന് വന്നേ. എവിടെ നിന്നും അല്ല. ബൈബിൾ പറയുന്നു പൊടിയിൽ നിന്നാണ് വന്നേ. പൊടിയിൽ നിന്ന് വന്നെങ്കിൽ പൊടിയിലോട്ട് തിരിച്ച് ചേരും. അടുത്തത് ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി. അതാണ് എൻ്റെ പോയിന്റ്. പൊടി പോകേണ്ടടുത്ത് പൊയ്ക്കോളും. പക്ഷേ ആത്മാവ് പൊടിയിൽ നിന്നല്ല വന്നേ, അതിനെ നൽകിയവനൊരുത്തനുണ്ട്. അതാണ് സൃഷ്ടിതാവെന്ന് പറഞ്ഞത്. എന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടിതാവുണ്ട്, എന്നെ മെനഞ്ഞ ഒരുത്തനുണ്ട്, ഒരു കുശവനുണ്ട് അല്ലേ, എനിക്ക് ആത്മാവിനെ തന്നവനുണ്ട്. അപ്പം എൻ്റെ ആത്മാവ് അവൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോവും. അതുകൊണ്ട് പൊടിയും മടങ്ങിപ്പോവും, ആത്മാവും മടങ്ങിപ്പോവും. പൊടി ഭൂമിയിലേക്ക് പോവും, ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പോവും. ഇതാണ് മരണത്തിൽ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ശരി, അടുത്ത വാക്യം. മായ സകലവും മായ അത്രയെന്ന് സഭാപ്രസംഗി പറയും. ശരി, നമുക്ക് സഭാപ്രസംഗിയുടെ കാര്യം തൽക്കാലം വിടാം. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. എന്തുവായിരുന്നു നമ്മുടെ കുറിവാക്യം? അതിൻ്റെ ആദ്യ വാക്യമായിരുന്നു, നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം. ഇന്നെൻ്റെ ചോദ്യം, ഈ പറഞ്ഞ പോലെ പൊടി ഒരു ദിവസം പോവും, പക്ഷേ ആത്മാവ് എങ്ങോട്ട് പോവും? രണ്ട് അവസ്ഥകൾ മാത്രമേ ഉള്ളൂ ആഫ്റ്റർ ഡെത്ത്. എന്താണെന്നറിയാമോ? an eternity without Christ or an eternity with Christ. ക്രിസ്തുവിനോട് കൂടി ഒരു നിത്യത, ക്രിസ്തുവിനെ കൂടാതെ ഒരു നിത്യത. ഈ രണ്ട് സ്ഥലമേ ഉള്ളൂ, മൂന്നാമൊരു സ്ഥലമില്ല അല്ലേ? ഇതിൽ ഒരവസ്ഥയിലോട്ടേ നിങ്ങൾ മാറത്തുള്ളൂ. ഒന്ന് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടങ്ങ് ചേരും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ഉച്ച സമയത്ത് ഓരോരുത്തരോടും കൈകൂപ്പിക്കൊണ്ട് ചോദിക്കുക, ഇന്ന് നമ്മളിവിടെ കണ്ണടച്ചാൽ നമ്മുടെ നിത്യത ആരോടൊപ്പമായിരിക്കും? എവിടെ കൊണ്ട് അടക്കി എന്നുള്ളത് പ്രസക്തമല്ല. വേണേൽ നല്ല അടക്കം കിട്ടും. നിങ്ങളുടെ ലൈവ് സ്ട്രീം ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത്. അതിലൊന്നും കാര്യമില്ല. എൻ്റെ ഒടുക്കം എങ്ങനെയിരുന്നു? ആ കർത്താവിൻ്റെ അടുത്ത് ചേരാനുള്ള ഒരു ഒരുക്കം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമുക്ക് കർത്താവിനെ അന്വേഷിക്കാം.
ഇനി ഇവിടുന്ന് പോകാനുള്ള സമയമായി പ്രിയപ്പെട്ടവരെ. ഇനി ഒരുപക്ഷെ ഇതിനിങ്ങനെ ഈ പ്രായം, ഈ ഏജിങ് പ്രോസസ്സിൽ കൂടെ ഒന്നും പോകണമെന്നില്ല അല്ലേ. നല്ല ആരോഗ്യമുള്ളവർ മരിച്ചു പോകുന്നു, നല്ല ചെറുപ്പക്കാരുടെ നല്ല പ്രായത്തിൽ അവർ പോകുന്നു അല്ലേ. അറിയപ്പെട്ട ഒരു രോഗമില്ലാത്ത എത്രയോ പേര് മരിച്ചു പോകുന്നു അല്ലേ. കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് നമ്മൾ ഓരോരുത്തരും ഈ പ്രായം വരെയൊക്കെ കർത്താവ് നമ്മളെ നടത്തിയെങ്കിൽ ഈ ചർച്ചിൽ വെന്റിലേറ്ററിൽ കിടന്ന 3 പേരെങ്കിലും ഈ ചർച്ചിൽ ഇരിപ്പുണ്ട് അല്ലേ. അവരെല്ലാം വെന്റിലേറ്ററിൽ കൂടെ കയറി ഇറങ്ങി വന്നവരാ. പക്ഷേ ഇന്ന് അവർ ജീവനോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷേ ഒരു കാര്യം അറിയാം, എന്താണ്? ഏത് സമയവും ഈ പൊടിയിലേക്ക് പോവും. പക്ഷേ എൻ്റെ ആത്മാവ് അതിനെ നൽകിയ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ മടിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോവും പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഈ രക്ഷകനെ അറിയാത്ത, ഈ സൃഷ്ടിതാവിനെ അറിയാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ചർച്ചിലെ സൺഡേ സർവീസ് എന്ന് പറഞ്ഞാൽ, സൺഡേ മെസ്സേജ് നിങ്ങളിങ്ങനെ ആത്മീയമായിട്ട് ഇങ്ങനെ എന്താ പറഞ്ഞേ സൂചിപ്പിക്കാനുള്ളത് മാത്രമല്ല, കർത്താവിനെ അറിയാത്തവരും ഇങ്ങനെയുള്ള സഭകളിൽ ആരാധനകൾക്ക് സംബന്ധിക്കുന്നു നോക്കണം. ചിലപ്പോൾ ചില ആഴ്ചകളായിട്ട് വരുന്നു, മാസങ്ങളായിട്ട് വരുന്നു, പക്ഷേ എനിക്കങ്ങനെ വ്യക്തിപരമായ കർത്താവുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയുന്നവരെ എനിക്കറിയാം. എൻ്റെ ഭാര്യ വരുന്നു, അതുകൊണ്ട് ഞാനും വരുന്നു എന്ന് പറയുന്ന ഭർത്താക്കന്മാരെ എനിക്കറിയാം. പക്ഷേ ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ ചോദിക്കുക, നിങ്ങളിവിടെ കണ്ണടയ്ക്കുമ്പം നിങ്ങളുടെ നിത്യത എവിടെയായിരിക്കും? കണ്ണടയ്ക്കുമ്പം കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുമെന്നുള്ള ഗ്യാരണ്ടി ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ആ ഗ്യാരണ്ടി ഇല്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ 2 കൈയും കൂപ്പിക്കൊണ്ട് ഞാൻ പറയുക, അടുത്ത ആഴ്ച നമ്മൾ ആരൊക്കെ ജീവനോട്, ഈ പറയുന്ന ഞാനോ നിങ്ങളോ ജീവനോട് ഇരിക്കുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഒന്ന് മാത്രമേ നമുക്ക് അന്യോന്യം പറയാനുള്ളൂ, നിത്യത നഷ്ടപ്പെടരുത് പ്രിയപ്പെട്ടവരെ. ആ നിത്യത നഷ്ടപ്പെടരുത്. എല്ലാവരും ഒന്ന് കണ്ണടച്ചാട്ട്. കർത്താവേ, ഇന്ന് കേട്ട വചനപ്രകാരം എൻ്റെ നിത്യത ഒരിക്കലും നഷ്ടപ്പെടരുതപ്പാ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്, ഞാൻ ഇത്രയും ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ള പേരിലൂടെ ജീവിച്ചിട്ട് ഞാൻ അവിടെ ഇല്ലാതെ പോയാൽ, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് എൻ്റെ കർത്താവ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ എത്ര കഷ്ടമായിരിക്കും പ്രിയപ്പെട്ടവരെ, എത്ര സങ്കടമായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ വരാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കന്ന് പോയി നിൽക്കാൻ കഴിയണം. അതിനായിട്ട് എല്ലാവരും ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ ദൂരെ ഇരുന്നെങ്കിലും കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോടും കൂടെയാണ് പറയുന്നത്, സമയം ഇനി ഒരുപാട് ഇല്ല പ്രിയപ്പെട്ടവരെ. ഈ കൃപയുടെ വാതിൽ ഒരു ദിവസം അടയും, പിന്നെ ഒരിക്കലും ഒരാൾക്ക് പോലും കയറാൻ പറ്റത്തില്ല. നോഹയുടെ കാലത്ത് ആ പെട്ടകം ദൈവം അടച്ച ശേഷം പിന്നീട് ആർക്കും കയറാൻ കഴിഞ്ഞില്ല. അതുപോലെ ഈ കൃപയുടെ ഒരു കാലമാണ് ഇന്ന് ഈ തുറന്നു വെച്ചിരിക്കുക. ഇന്ന് നമുക്ക് ഓടി വന്നതിനകത്ത് കയറാം. പക്ഷേ ഇത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല പ്രിയപ്പെട്ടവരെ. അവിടെ നമുക്ക് എത്രയോ നാളുകളായിട്ട് ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇത് സാധാരണ മരണവീടുകളിൽ മാത്രം പറയുന്ന സന്ദേശങ്ങളാണ്. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മൾ ആരൊക്കെയോ കേൾക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചിട്ട് നമ്മളെ കേൾപ്പിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു സമർപ്പണം അങ്ങ് എടുത്താട്ട്. ഒരു സമർപ്പണം ദൈവസന്നിധിയിൽ, കർത്താവേ, ഞാൻ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ. ഇനി ഞാൻ ജീവിച്ചാൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. ഇനി ഞാൻ കർത്താവേ അങ്ങേക്കായിട്ട്, ഇനി എൻ്റെ ആയുസ് അങ്ങേക്കായിട്ട്, ഇനി എൻ്റെ ആരോഗ്യം അങ്ങേക്കായിട്ട്, ഇനി എനിക്ക് നീ തന്നിരിക്കുന്ന ബുദ്ധിയും കഴിവുകളും എല്ലാം അങ്ങേക്കായിട്ട്, നീ തന്നിരിക്കുന്ന ജോലി കർത്താവെ അങ്ങേക്കായിട്ട് ഞാൻ ചെയ്യും. കർത്താവ് നീ തന്നിരിക്കുന്ന പണവും സമ്പത്തും അങ്ങേക്കായി, അങ്ങയുടെ രാജ്യത്തിനായിട്ട് ഞാൻ പ്രവർത്തിക്കുവപ്പാ, ചെലവഴിക്കുവപ്പാ എന്നൊന്ന് സമർപ്പിച്ചാട്ട്. അതിൽ പരം ഒരു അനുഗ്രഹം വേറെ ഇല്ല പ്രിയപ്പെട്ടവരെ, അതിൽ പരം ഒരു അനുഗ്രഹം വേറെ ഇല്ല. കർത്താവേ, അവിടുന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയം അങ്ങ് കാണുന്നതിനായിട്ട് സ്തോത്രം. അവരുടെ സമർപ്പണത്തെ അങ്ങ് കണ്ടിരിക്കാല്ല സ്തോത്രം. അവർ ഓരോരുത്തരെയും അവിടുന്ന് കർത്താവെ അനുഗ്രഹിച്ച് നിത്യതയിൽ അവർ ഓരോരുത്തരും അങ്ങയോടൊപ്പം കാണപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന്, ഞങ്ങൾ ഭൂമിയിൽ വെത്ത് മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നത്, നിത്യതയിൽ അങ്ങയോടൊപ്പം എന്നെന്നും ആയിരിക്കാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാല്ല സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.